Hey guys, welcome back guys. സമയം ഇപ്പോൾ ഒരു ഏകദേശം രാത്രി ഒരു 9-10-11 ആവാറായിട്ടുണ്ട്. ഇന്ന് നമ്മുടെ പുൽക്കൂടിൻ്റെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് തേക്കാനുള്ള ഒരു കർമ്മത്തിലേക്കാണ്. നമ്മൾ ഇന്നലെ കണ്ടത് ആ ഷീറ്റൊക്കെ വിരിച്ച് പെട്ടികളൊക്കെ വെച്ചു. അപ്പം ഇനി കാർവ് ചെയ്തില്ല നമ്മൾ കാർവ് ചെയ്തു. അടുത്ത പരിപാടി എന്താ? പ്ലാസ്റ്റർ ഓഫ് പാരീസിലേക്ക് തുണി വെക്കുക. അപ്പൊ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് തുടങ്ങണത് എവിടെയാന്ന് ചോദിച്ചാ, എവിടെയാ അൽഫ്രഡേ അലസ്റ്ററേ? ഒരു സിമിട്രി. നമുക്ക് എല്ലാവരും ഇതുണ്ട്, നമ്മളെ ഗൈഡ് ചെയ്യാണ്ട്. അപ്പൊ നമ്മളൊരു ചലഞ്ച് പോലെ, ഞാൻ അലസ്റ്ററിന് ഒരു ചലഞ്ച് തരാം. നീ ഇവിടുന്ന് ഒറ്റയ്ക്ക്, അല്ലെങ്കിൽ നമ്മൾ മതിയില്ല, എനിക്കിവിടെ ഒറ്റയ്ക്ക് നിൽക്കണം. എനിക്ക് ഒറ്റയ്ക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഒരുമിച്ച് അവിടെ പോയി തിരിച്ചു വരുന്നതായിരിക്കും. അവിടെ എന്താ, അവിടെ ഒന്നുമില്ല, എല്ലിട്ടുണ്ട് അവിടെ. അതെ, അസ്ഥിക്കോട്ടയുടെ ഒരു ഡംപെയാണ് സ്ഥലം. Guys, it's a challenge for you also. Just do it and send to me, or just put it in a video and mention me, okay? Alfred, Alistair, ആരുടെയിലൊക്കെ മറ്റേ തലോട്ടി ഇതൊക്കെ ഇതാണ്. ഇവിടെ ഒന്നും ഉണ്ടാവില്ല, അതിന്റെ ഉള്ളിൽ ബാർബറ മച്ചാനെ ഫുൾ രാവിലെ നോക്കുമ്പോ കേട്ടാ എനിക്ക് രസം കാണാൻ. ഇത് ഉള്ളിലേക്ക് നമുക്കിവിടെ കാണാൻ ഒരു വെള്ളക്കളറായിട്ട് കാണാൻ. രാത്രി ബുദ്ധിമുട്ടാണ്. അതൊക്കെ ഞാൻ പെട്ടെന്ന് ഉള്ളിന്ന് എന്തോ വന്ന പോലെ അവിടുന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരു ദിവസമൊക്കെ കിടക്കണ്ടേ? ഒരു ദിവസം കിടക്കാം. എനിക്ക് നല്ലൊരു സെറ്റപ്പ് ആക്കണം. അപ്പോഴേക്കും ഇവിടെ അത് പൊളിക്കണം. അത് പൊളിച്ചിട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം. ഉള്ളിൽ തളക്കാനൊക്കെ എടുത്ത് കളയണം. നമ്മളേക്കണം. അതൊരു കാലം വേറെ പൈസ കൊടുത്ത് വാങ്ങാൻ വയ്യ, മണ്ണാവും. ഒരു കാലാകുമ്പോ അത് മണ്ണാവും. അങ്ങനെയാണ് ഗൈസ്. അപ്പൊ ഇനി ഇന്നത്തെ ബാക്കി പരിപാടി നമ്മൾ ഇൻട്രോ പറഞ്ഞ് നീണ്ടിട്ട് അവിടെ എത്തി. അപ്പൊ ചലച്ച് കഴിച്ചു, നമ്മൾ സുഖകരമായി അത് തീർത്തു. നമ്മുടെ അടുത്ത പരിപാടി പുൽക്കൂടിന്റെ ഒരു കാറ് സെറ്റപ്പ് നമ്മൾ ചെയ്തു. എന്താ പറഞ്ഞേ? ഇത്ര നാൾ എന്തായിരുന്നു അറിയോ? പിള്ളേര് എന്താ പറയുന്ന അറിയോ? ഇവിടെ പണി ഞാൻ വീഡിയോ എടുക്കണോണ്ട് ജോലി വരുന്നില്ല. എന്താ ഇതൊക്കെ മറ്റേ ആനിമൽ മുട്ടി കുറച്ച് സാധനം വരും. അപ്പൊ നാളെ രാവിലെ ഫ്രീ ആണോ? നാളെ രാവിലെ വീട്ടിൽ പരിപാടി ഉണ്ട്. വീട്ടിൽ ചെയ്തിട്ട് നാളെ ഇതാണ്. നാളെ നമ്മുടെ നാളെ അല്ലേ ബോണ്ണത്താലേ? എന്തുവാ? അപ്പൊ നമ്മള് കൊളാബ് ഉണ്ടാ? നിങ്ങൾ ഇങ്ങോട്ട് വരും, നമ്മൾ അങ്ങോട്ട് വരും. ഞങ്ങളെ പാടത്ത് വെച്ചൊരു അടിപൊളി സാധനം, ഒരു മിന്നൽ മുറില് സെറ്റപ്പ്. അതെ, പള്ളിന്ന് നമ്മളുണ്ടാവില്ലേ, നമ്മളെ വെക്കുന്ന ഈ പണിയിലായിരിക്കും. ട്യൂബ് ഞങ്ങളെ മറ്റേ ഫാൻ വെക്കാം, പള്ളിയുടെ മറ്റേ വലിയ ഫാൻ വെച്ചാലോ? പള്ളിയുടെ ഉള്ളിൽ ഇറങ്ങണത് അല്ലെ വിൻഡ് മില്ല്. നമ്മുടെ ഇന്നത്തെ പരിപാടി ഇതേ കാണിച്ചു കൊടുക്ക്. അവൾ അന്ന് ഇന്നലെ ഷീറ്റ് ഇട്ട് പോയതാ. ഇന്നത്തെ പെട്ടികൾ വെച്ച് കാർവ് സെറ്റപ്പ് ആക്കി നേരെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് തേക്കുക, ഉണക്കുക, വീണ്ടും കാർവ് ചെയ്യുക. സൂപ്പർ. ഇതൊക്കെ കാരണമാവാ. അപ്പൊ അതിന് ആദ്യത്തെ പൊടി നമുക്ക് വേദന നല്ല ടെക്സ്ചർ ഉണ്ട്. നമ്മളവിടെ കുറച്ച് ചർച്ച കേട്ടോ. നമുക്ക് എപ്പോഴും പോയിട്ട് ഗ്ലൗസ് എടുത്തിട്ട് അല്ലെങ്കിൽ കൈ പൊള്ളും. പെയിന്റിംഗ് ഒക്കെ കാണിച്ചു കൊടുക്കുക. കിട്ടി, സാധനം കിട്ടി, സ്കെയിൽ എടുത്ത് വെച്ചോട്ടാ. ഗ്ലൗസ് കിട്ടി, നമുക്ക് ഇട്ടിട്ട് നേരെ ഒരു പിടി പിടിക്കാം. ഇട്ട് പരിചയമുണ്ടോ? നമുക്ക് അതിന് കുറച്ച് പ്രാക്ടീസ് വേണം. നമ്മൾ പിന്നെ ഇട്ടിട്ട് തുടങ്ങാം. ഫ്ലാഷ് ഓൺ ആണോ? ഫ്ലാഷ് ഓണല്ല, മിക്സ് ചെയ്യട്ടെ. ഫ്ലാഷ് ഓൺ ആയിക്കോ മച്ചാനെ. കാണണ്ട? ഓ സൂപ്പറാട്ടാ.
കൊള്ളാട്ടാ രതീഷേ, തെറിക്കണു. രതീഷേ കൊള്ളാട്ടാ. ജോയലേ കൊള്ളാട്ട സാധനം. ഒരു തുണി എടുക്ക, ജോയലെ വലിയ തുണി എടുത്തേ, വലിയ തുണി എടുക്ക. ഇത്രയും വലുത് പകുതിയാണ്, പകുതിയാക്കാൻ പറ്റും. നമുക്ക് നോക്കിക്കോ. പോരാട്ടാ അടിയിലെ ഉള്ളിക്കാണിക്ക് വെള്ളം കുറച്ച്. ഓ ഓ ഓ ഓ നനക്ക്, നീ നനക്കാരനൊക്കെ നോക്കിയാലോ. ഇത് ഉള്ളില് കളർ വേറെ, പുറത്ത് വേറെ. എല്ലാം കിട്ടുന്നുണ്ട്. ഇളകണില്ലേ ചെയിനൊക്കെ ഊരിക്കൂടാ. കൈകിന്റെ വിളിക്കോ കലങ്ങിയാ കലങ്ങിയില്ല, കുറച്ചുകൂടി കളറായിട്ടാ സെറ്റായില്ല. ഫോണൊക്കെ മാറ്റിട്ട് അത് ചോദിക്കണ്ട. അത് കട്ടിയാണ്. ഓ സുഖണ്ട പിടിക്കുമ്പോ വേണ്ട നമുക്ക് മറ്റേ ഒരു സാധനം ഇപ്പൊ ഒരു കട്ട് ചെയ്ത് ഇനിയിപ്പൊ അടയ്ക്കാൻ പോകട്ടെ. രണ്ട് സൈഡ് രണ്ടറ്റം പിടിച്ചോ. ആദ്യത്തെ നമ്മുടെ വെള്ളം കളയല്ലോ. ആ ബോർഡറിൽ പിടിച്ചോ, ബോർഡറിൽ പിടിച്ചോ. അതാ ആ സൈഡിൽ മോളിനിടല്ലേ. ഫോൺ മാറ്റാൻ വേണ്ടിട്ട് കുഴപ്പമില്ലല്ലോ. ഒരു കല്ലെടുത്തേ, ഇതിന്റെ ഉള്ളിൽ കല്ല് അവിടെ ആ ബുക്കിടുണ്ട് പറയല്ലേ. ഒരു കല്ല് ചുളിക്ക ഒരു ഈ ബോർഡർ തുടങ്ങാം. ഒരു കല്ല് ഇതൊരു ഫിക്സ് ആയിട്ടാ. അതൊക്കെ ഉണ്ട്, വീഡിയോയിലുണ്ട് ഫോട്ടോ, വീഡിയോയിലുണ്ട്. തെളിവുണ്ട്. ആ ഉള്ളിക്ക് ഇപ്പൊ ഉള്ളിക്ക് ആക്കി വെക്കണ്ടേ. മോളിക്ക് നമ്മള് വെറുതെ വെച്ചാ മതി. അതാ നിക്കൂല്ലേ. കുറച്ച് ലൂസിപ്പിച്ചോ. ഉള്ളിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ട് സാധനം ഉണങ്ങണം. ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. അതാണ് നമ്മുടെ ഒരു പ്ലാൻ ആയിട്ട് വരുന്നത്. അതിങ്ങനെ ചുളിച്ച് ഉള്ളിലേക്ക് വെച്ചാൽ മതി. ഇതിവിടെ ഒരു ഭാഗം സെറ്റായി. മോനെ ഈ ചുളി വേണ്ട പിള്ളേരെ, ഈ ചുളി വേണ്ട. ഇങ്ങനത്തെ ഒരു സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്കായിട്ട് അല്ലേ ഇവിടെ ചുളി അല്ലെ പക്ക തുണി പോലെ തോന്നും. ഇതിനൊക്കെ എത്തിക്കണ്ടേ. ആൽപ്പുഴ ഒരു സാധനം കൊണ്ടുണ്ട് മറ്റേ എന്നിട്ട് അതിന്റെ പേര് 10 കിലോ, ടോട്ടൽ 10 കിലോ. അതിൽ 3 കിലോ ഇപ്പൊ കഴിഞ്ഞു. 3 കിലോ എടുത്തു. 3 ആയിട്ട് കിട്ടി. ജിപ്സ് എടുക്ക, ജിപ്സ് സാധനം ചാക്ക് കിട്ടിയില്ല. ജിപ്സ് എടുത്തിട്ട് വന്നല്ല അല്ല ഇപ്പൊ ഉണങ്ങിയ പോരെ. മുങ്ങിയിട്ടില്ല, മുങ്ങ ഇത് നല്ല കട്ടിക്കുണ്ടല്ലോ. നീളത്തിലെടുക്ക് ഊരൊന്നും വേണ്ട. അല്ല ഇതിനെ ഊരണ്ട, ഇതിന്റെ ആവശ്യം. ഇത് മുഴപ്പിക്കാൻ എടുത്തതാണോ? അല്ലല്ല, ഇത് കീറളം ഉണങ്ങിയ മതി സാധനം. ഞാൻ പറയണല്ലേ, അടുത്ത തുണി നന്നായി മുക്കിക്കോട്ടെ. ഈ ഒരു നന്നായി മുങ്ങിയുണ്ട്. വെള്ളം കൂടുതലായി, വെള്ളം കൂടുതലായി. ടെക്നിക്ക് പിടി കിട്ടി. ഇതെന്തത്, നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ച അപ്പൊ തന്നെ സാധനം വരുന്നത്. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്താൽ കട്ടിയായി വരും. അല്ലടാ, ഇതിലാണെങ്കിൽ മുഴപ്പിക്കാം. അതൊന്നും പ്രശ്നമില്ല, നീ കേസ് വിട്ടേ. ഇവിടെ അതിലും വലിയ സംഭവം നടക്കാം. ജിന്നും ജൈവരൊക്കെ ഉണ്ടാവും. പെയിന്റ് ആയത് ഒരു കാര്യം പറഞ്ഞു. നമ്മുടെ മുകളിലൊരു റൂഫ് പോലത്തെ സെറ്റ് എടുക്കണോ? ഞാൻ പറഞ്ഞ ഈ തുണി ഒന്നും കൂടി ഒന്ന് മുക്കിയാലോ. അതെടുക്കണ്ടേ, വീഴല്ലേ എടുക്കണ്ടത് എന്ത് അല്ല ഇത് അതൊക്കെ എടുത്തോ. ഞാൻ പറയണെങ്കിൽ ഈ തുണി ഒന്നുകൂടി അല്ലെങ്കിൽ കുറച്ച് ഒഴിക്കും ഇതിന്റെ മേലക്കിട്ടാ. ഒരു കട്ട എനിക്ക് തരുമോ? ആയിട്ടില്ല. അത് നല്ല കട്ടിയുണ്ട്.
ഇത് നല്ല രതീഷേ കൊള്ളാട്ട സാധനം. നമുക്ക് കുറച്ച് തുണികൾ ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് ആൾക്കാരോട് തുണി കൊണ്ടുവരാൻ പറഞ്ഞപ്പോ അവര് കൊണ്ടത് ഇങ്ങനെ ട്രൗസർ നിക്കർ അങ്ങനെ സാധനങ്ങൾ കൊണ്ടുവന്നത്. തുണി കച്ചവടം തുടങ്ങി. എത്രക്കാണ് ഇപ്പൊ ലാസ്റ്റ് പ്രൈസ് ഉറപ്പിച്ചേ? ലാസ്റ്റ് പ്രൈസ് നീയല്ലേ 80 പറഞ്ഞേ? ഓറഞ്ച് കളസം ഒരു മുക്കാഭാഗം, ഒരു സൈഡിലത്തെ ഒരു മുക്കാഭാഗം ഏകദേശം ആയിട്ടുണ്ട്. അപ്പോഴത്തെ എന്ത് അലസ്റ്റ് കാണിക്കണേ? എന്റെ രണ്ട് കൈ വെച്ചൊരു പൊത്തിട്ടാ. ഇനി ഇത് നാളെ ഉണങ്ങുമ്പോ ഒരു രൂപം വരും. അതിങ്ങനെ വെട്ടിയെടുത്ത കിണ്ണ ലൈറ്റ് ഒരു വീടുകൾ വരും. ഗൈസ് സമയം രാത്രി 1 മണി 2 മണിയായി. കഠിനമായ പരിശ്രമത്തിന് ശേഷം നോക്കൂ, ഡെഡിക്കേഷൻ ലെവൽ കാണണ്ട മൊത്തം. ഇതുപോലെ എന്റെ ഒപ്പം നിന്ന് സഹകരിച്ച ഒരു കൂട്ടം അല്ല, ഒരു 4-5 പേരുണ്ട്. അവരിത് കഴിയാനൊക്കെ. ഇന്നത്തെ പരിപാടി നമ്മൾ കാണിച്ചു. ഇതാണ് നമ്മൾ സ്വപ്നം കണ്ട കിനാശ്ശേരി. ഇത് കുറച്ച് കഴിഞ്ഞ സാധനം ഉണങ്ങുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ സൗണ്ട് എഫക്ട് ഇടണം. വെട്ടുന്നു, ലൈറ്റ് വയ്ക്കുന്നു. നമുക്കിത് കാണാൻ കിടക്കുന്നേ ഉള്ളു ഗൈസ്. നമ്മൾ ഈ പുൽക്കൂടിന്റെ സീരീസ് തുടങ്ങിയപ്പോ തൊട്ടുള്ള എന്റെ ആ ഒരു സാധനം ഓൺ ദി വേ ആണ്. ഇതിൽ പെട്ടി സംഘടിപ്പിക്കുകയാണ് ഏറ്റവും വലിയ ടാസ്ക്. പിന്നെ തുണി, ഇത് നല്ല പണിയുണ്ട്. ഇതിന്റെ വയറിങ് ഇനി അടുത്തതൊക്കെ എടുക്കുന്നുണ്ട്. നമുക്കിനി ഇന്നെന്ന് പറഞ്ഞ ദിവസം 23 എന്നുവെച്ചാൽ ഇന്ന് 23 ആയി. 1 മണി ആയപ്പോ 22. ഇനിയിപ്പോ നമുക്ക് ഒരു ദിവസം കൂടെ ഉള്ളു. അതിനുള്ളിൽ ഇത് മൊത്തം തീർത്തിരിക്കണം. ഇവിടെ ഇനി പെട്ടി വരണം. നാളെ രാവിലെ പെട്ടി, തുണി, എല്ലാ സകലമാല കാര്യങ്ങളും ചെയ്ത് ഉണക്കി രാത്രി ആകുമ്പോഴേക്കും നമ്മൾ ഒരു പൊളിക്കും. അല്ലേടാ? അപ്പൊ ഗൈസ് ഇനി ഒന്ന് ബാക്കി വിശേഷം ഒന്ന് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ ഗൈസ്, ഒരു പള്ളിയിലത്തെ ഫുൾ വൃത്തിയാക്കലിന് ശേഷം നമ്മൾ നേരെ ഒന്ന് ഫുഡ് കഴിക്കാൻ വന്നേക്കാണ്. അവിടെ വന്നേക്കാണ് നമ്മൾ വാവാതെ ട്രൈ കഴിക്കാൻ വീട്ടിൽ വന്നേക്കണേ ഗൈസ്. അപ്പൊ ഇന്ന് വെജായിട്ട് എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കാം. അപ്പൊ കഴിച്ചിട്ട് വരാം ഗൈസ്. നമ്മൾ ഫുഡ് കഴിക്കാൻ, പിന്നെ ഫുഡിന്റെ റിവ്യൂ ഒന്നും പറയാനൊന്നും പറ്റില്ല. നല്ല വിശപ്പായിരുന്നു. സോ ഗൈസ്, അതൊക്കെയായിരുന്നു ഇന്നത്തെ പരിപാടി. നാളെ തീർക്കൂല്ലേ? തീർക്കാതിരിക്കാൻ പറ്റില്ല. നാളെ തീർന്നിരിക്കും. സോ ഗൈസ്, അത്ര ഉള്ള ഇന്നത്തെ വീഡിയോ. ചിലപ്പോ ഈ വീഡിയോ സെക്കൻഡ് പാർട്ടും കൂടി ഉണ്ടാവും. ചിലപ്പോൾ അതുകൂടി കൊളാബ് ചെയ്തിട്ടായിരിക്കും ഇടുക. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നത്തെ പണിയെല്ലാം കഴിഞ്ഞ് ഇന്നത്തെ രാവിലെ എനിക്ക് പള്ളിയിൽ പോയി ചായ കുടിക്കാൻ പോലെയായിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഈ മനോഹരമായൊരു ദൃശ്യം കണ്ടത്. എന്തായാലും ആ ഒരു പന്നിക്കെട്ടിങ്ങനെ തടിച്ചു കൂടി കിടക്കണ പോലെ അല്ലേ? സോ നൈസ്. നല്ല തണുപ്പുണ്ടായിരുന്നു. സോ നല്ല വട്ടിപ്പണിയായിരുന്നു. മക്കളെ എന്നാണെങ്കിൽ അതിന് വലിയ പണികളായിരിക്കും. ഇന്ന് ഈ വീഡിയോയുടെ അവസാനം ആകുമ്പോഴേക്കും നമ്മുടെ ആ പുൽക്കൂടിൻ്റെ പരിപാടി നമ്മൾ തീർത്തിരിക്കും. അതിന് എത്ര മണി വരെ ആയാലും അതങ്ങനെയാണ്. സോ ഗൈസ്, ലെറ്റ്സ് സീ. പിന്നെ നമുക്ക് അതിൻ്റെ ഇന്നും കൂടി കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ കഴിച്ചു. നമ്മൾ പെട്ടിക്ക് വേണ്ടി ഇറങ്ങിയേക്കാണ്. എന്താ പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിന്റെ ഉള്ളിൽ എന്താ പറഞ്ഞ ഇല്ലാന്നല്ലേ പറഞ്ഞോളൂ. ഗൈസ്, നമുക്ക് ഫൈനലി അറ്റ് ലാസ്റ്റ് പെട്ടികളൊക്കെ കുറച്ച് കിട്ടി. ഇന്നത്തെ ഏകദേശം ഹണ്ടിങ് തീരാറായില്ലേ? നമ്മുടെ തീർന്നു ഏകദേശം. പക്ഷെ ആൽഫ്രഡിന്റെ കെട്ടാണ് മക്കളെ കെട്ട്. പക്ഷെ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും പുൽക്കൂട് കാരണം ഇങ്ങനത്തെ ഓരോ സ്ഥലങ്ങൾ കാണുന്നു, ഇങ്ങനത്തെ കുറെ പേരെ പരിചയപ്പെടുന്നൊക്കെ. ആ ചേച്ചി ഭയങ്കര സ്നേഹം. ചേച്ചിന്ന് പറയാൻ പറ്റില്ലേ? ആ ചായ വേണമെന്നൊക്കെ ചോദിച്ചു. അതെ, സൗണ്ട് വരുന്നുണ്ട്, അതുകൊണ്ട് ഇനി അധികം ഒന്നും കേൾക്കില്ല. അപ്പൊ ബാക്കി പരിപാടി ഇനി ഇത് കൊണ്ടുപോവാ. ഫൈനലി വി ഗോട്ട് അവർ പ്ലാസ്റ്റർ ഓഫ് പാരീസ്. അന്നത്തെ ഒരു വിഷമം എനിക്ക് ഉണ്ടായിരുന്നു. 32 മറ്റൊരു 40 ആയിരുന്നു. അല്ല, ഞാൻ പറഞ്ഞിടത്ത് നല്ല വാങ്ങി. അല്ലല്ല, ഏതാ ഞാൻ പറയാ നമ്മളപ്പോ പെയിന്റ് സാധനങ്ങളൊക്കെ വാങ്ങി നേരെ പോവാ പൂശിയ ഉള്ളൂ. പെയിന്റ് അല്ല ഉണക്കിയിട്ട് കാര്യമുള്ളൂ. അപ്പൊ ഗൈസ് ഇനി ബാക്കി പള്ളിയിലെത്തിയിട്ടുള്ളത് കാണാം. ഓക്കെ. ഹായ് ഗൈസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. അത് രാവിലെ തൊട്ടൊന്നും വെച്ചില്ല. ആരും ഒന്നും വെച്ചില്ലല്ലോ. വിളിക്കണം ആരും. ഞങ്ങൾ നേരെ പണിക്ക് കയറി. ഇപ്പൊ ഉച്ച കഴിഞ്ഞില്ല. എത്ര മണി? 2 മണിയാ പറയാ.
അല്ല 12:30 അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു കട വന്നേക്കാണ് ചിച്ചുകാർ തട്ടണ ഹോട്ടലാണ്. അപ്പോൾ അവിടെ പഞ്ചായത്തിൻ്റെ അപ്പോൾ അവിടുത്തെ ഒരു ഊൺ സെറ്റപ്പ് അതൊന്നും പറയല്ലേ. അതിൽ നമ്മൾ ഒരു ഇതെന്താ പറഞ്ഞ കൂന്തൽ കഴിച്ചു, ചെമ്മീനും കഴിച്ചു. കൂട്ടി പിടിക്കുമ്പോൾ എല്ലാം രസമുണ്ട്. വിശപ്പായതുകൊണ്ട് എല്ലാം ഗൈസ് കുറേ നേരങ്ങൾക്ക് ശേഷം നമ്മൾ കൊണ്ടുവന്ന പെട്ടിയെല്ലാം പാക്കപ്പ് ആക്കി. നമ്മളത് ഇങ്ങനെ ആക്കിയല്ലോ കൊണ്ടുവന്നത്. ഇപ്പം എല്ലാം ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഗൈസ് ഇത് കണ്ടോ, ഒരു അട്ടിക്ക് ഉണ്ട് കേട്ടോ. 100 രൂപയായിരുന്നു നമുക്ക് ഇത്രയും പെട്ടി സെറ്റാക്കാനായിട്ട് അവർ മേടിച്ചത്. ഇത് മതിയാവുമായിരിക്കും തോന്നണു. ഇല്ലേ നമുക്ക് ബാക്കി വേറെ വഴി സെറ്റ് ചെയ്യാം. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനി ഇത് നേരെ അങ്ങോട്ട് കൊണ്ടുപോകാം. പ്ലസ് പരിസ്ഥിതിക്കുക തീർക്കണം. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ഇന്ന് കുറച്ച് വീഡിയോ ലാഗായിരുന്നു. ഇന്ന് ഫുൾ പണിയായിരുന്നു. ഇത് നേരെ ഈ പരിപാടി കഴിഞ്ഞ് ഈ പെട്ടിയുടെ പരിപാടി കഴിഞ്ഞ് നേരെ ഒന്ന് കോളേജിൽ പോയിട്ട് വന്നു. അവിടെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാണ്ടായിരുന്നു. അങ്ങനെ നല്ല ലേറ്റായി. അതുകൊണ്ട് ഈ വീഡിയോ കുറച്ച് ലാഗായിട്ടായിരിക്കും ഇറങ്ങാൻ പോകുന്നത്. അപ്പോഴേക്കും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടായിരിക്കും വീഡിയോ കാണുക. എന്നാലും പറഞ്ഞു എന്നുള്ളൂ, ഇതൊക്കെ ഒരു ലൈഫിൻ്റെ ഭാഗമല്ലേ. അപ്പോൾ ഇനി ബാക്കി പരിപാടി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം.
ലാസ്റ്റ് പാടാണ് എല്ലാവരും ശരിക്കും ആഘോഷിച്ചോ. ലാസ്റ്റ് പാട്ട് ശരിക്കും ആഘോഷിക്കുക. ഗായ്സ് വെൽക്കം ബാക്ക് ഗായ്സ്. പുൽക്കൂടിന്റെ പണി ലാസ്റ്റ് ഡേ ആണ്. ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത ദിവസം കൂടി ഉണ്ടാവും. സമയം 12 മണിക്ക് നമ്മൾ തുടങ്ങുമെന്ന് തുടങ്ങി. പരിപാടി ഷടപടേ നിന്ന് തീർന്നിരിക്കും. അത്ര ഉള്ളു ഗായ്സ്. അതിന് മുമ്പ് കുറച്ചുകൂടി പെട്ടി ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു കടയിൽ പോയിട്ട് എടുക്കാണ്ട് അതുകൂടി കഴിഞ്ഞാൽ ഫുൾ പരിപാടി ഇവിടെ ആയിരിക്കും. പ്ലസ് പരിപാടി തീർക്കാൻ പോവാണ്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. സമയം 3:30 മണി. നമ്മളിപ്പോ അവിടുത്തെ കുറച്ച് പരിപാടി ഇത് പോകുമ്പോ കാണിച്ചു തരാം. നമ്മൾ പെയിന്റിങ് മിക്സിങ് തുടങ്ങി. നമ്മളൊരു ബ്രൗൺ അല്ലെങ്കിൽ ഒരു മലയുടെ ടച്ച് കിട്ടാൻ വേണ്ടി മഞ്ഞ, വെളുപ്പ്, കറുപ്പ്, ചുമപ്പ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ പോവാണ്. സോ എന്ത് കളറാ വരാൻ പോണെന്ന് കണ്ടിട്ട് അറിയാം. പിന്നെ നമുക്ക് ഇന്നൊരു വിശിഷ്ട അതിഥിയുണ്ട്. നമ്മുടെ പ്രിയ സുഹൃത്തും ദമ്പതിയാ എന്റെ അർത്ഥം അറിയോ? പ്രിയ സുഹൃത്തും പ്രിയ അയൽക്കാരനും നമ്മുടെ എല്ലാമായ ജനിൽ നാട്ടിൽ കാലുകുത്തിയിരിക്കുകയാണ്. ജനിൽ ഹായ് പറയൂ. നമസ്കാരം. ഈ കളർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് അടിച്ചു നോക്കാൻ വേണ്ടിട്ട് അവിടെ നമ്മുടെ കാണിച്ചു കൊടുത്ത സാധനം പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ച് ചെയ്തിട്ടുണ്ട്. കിട്ടുന്നുണ്ടോ? ഇന്നത്തെ പരിപാടിയായിരുന്നു. പ്ലസ് ഓഫ് പാരീസ് വെച്ച് ഇനി പെടാ നോക്കിയേ. എല്ലാം കൂടി മിക്സ് ചെയ്തപ്പോ ഈ ഒരു മഞ്ഞല്ല. ഹായ് ഗായ്സ്, സമയം 5 മണിയായി. ഓ ഇന്നലെ മിന്നാന്ന് ഉറങ്ങാത്തോണ്ട് സോറി ഗായ്സ്. സമയം 5 മണിയായി. നമ്മൾ അടച്ച് ഷട്ടർ ഇട്ടു. എന്തായാലും ഇതിനെല്ലാം കൂടിയിട്ടുള്ള ഒരു ഇതായിരിക്കും കാണിക്കുക. ഇതിപ്പോ ഡേ 2 ആയി. ഇത് ഡേ 3-ലായിരിക്കും എല്ലാ സാധനങ്ങളും. അടുത്ത സെക്ഷൻ പാർട്ട് 3 അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ചായിരിക്കും വരിക. ഇന്നത്തെ പരിപാടി അത്രേ ഉള്ളൂ. വെൽക്കം ബാക്ക് ഗൈസ്. ഇറ്റ്സ് 3rd ഡേ ഓഫ് ഇവിടെ വെച്ചിട്ടുള്ള പുൽക്കൂട് മേക്കിംഗ്. എന്ന് വെച്ചാ 24 അല്ല, ഇന്ന് 24. അപ്പൊ ഇതിപ്പോ നമ്മളൊരു 6 മണിയാകുമ്പോഴേക്കും തീർക്കണം എന്നാണ്. ഇനിയിപ്പോ വലിയ പരിപാടി ഇല്ല. ഇത് കണക്ഷൻ കൊടുക്കുക, പിന്നെ അവിടുത്തെ പെയിന്റ് അടിയാണ് സെറ്റ് ആക്കുക. അതിപ്പോ അടിക്കാൻ പോകണമെങ്കിൽ. അപ്പോൾ ഇനി ബാക്കി പരിപാടി ഇത് കഴിഞ്ഞിട്ട് എവിടം വരെ എത്തിയെന്ന് നോക്കിയിട്ട് നമുക്ക് പെയിന്റ് പണി കഴിഞ്ഞിട്ടെല്ലാം, കാരണം ഇടയിലിടയിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാം തീർത്തിട്ട് ഇനി വരാം. ഓക്കെ, മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും നമ്മളിത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കുക.
നേരത്തെ നമ്മള് വീഡിയോ എടുത്തതിന് ശേഷം ഇപ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ്. നിറച്ച് പണിയായിരുന്നു. അപ്പൊ ഇതിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ അത് കാണിച്ചു കൊടുത്തേ ഹാപ്പി ക്രിസ്മസ് ആൽഫ്രഡ് സെറ്റ് ആക്കിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് മണ്ണിലിട്. അപ്പോൾ അത് സെറ്റായി. ഇനി ഇതിന്റെ ഒരു ഫൈനൽ ടച്ചിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ 3 പാർട്ടായിട്ടാണ് വരുന്നത്. ഇന്നത്തെ മിന്നാത്തെ എല്ലാം കൂടി മെർജ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്തായാലും കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവില്ല, ഞാൻ എന്നോട് പറഞ്ഞാലേ. അപ്പൊ ഗൈസ് ഇതാണ് പരിപാടി. ഇനി ഇതിൽ ലൈറ്റ് ഒക്കെ വരും. പിന്നെ ഇവിടെ പുൽക്കൂട്, ഇതിലൊക്കെ ഇടയിലിടയിൽ ലൈറ്റ് വരും, താഴെ വീടുകൾ വരും. ആദ്യം ഇത് ക്ലീൻ ആക്കണം കേട്ടോ. ക്ലീൻ ആക്കിയിരിക്കും. അതൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് മുഹൂർത്ത ടൈം എത്രയായി? ടൈം 5:47. അപ്പൊ ഇനി ഇതുകൂടി കഴിഞ്ഞിട്ട് വരാം. ഓക്കെ ഗൈസ്, പുൽക്കൂടിന്റെ വീണ്ടും ഫൈനലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇതിലൊരു പുല്ലിന്റെ ഒരു സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ പശ തേച്ച് അതിന്റെ മേൽ അറക്കപ്പൊടി ഇടുന്ന ഒരു ഫീച്ചറാണ് കണ്ടോണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ടെന്ന് കാണിച്ചു കൊടുത്ത് നമ്മള് പൊടി ഇട്ടുണ്ട് ചില സ്ഥലത്ത്, അകലേന്ന് കുറച്ച് കാണിച്ചു കൊടുക്കുക. എങ്ങനെയുണ്ടെന്ന് പറ. എന്തായാലും ഫൈനൽ കാണുമ്പോ നിങ്ങള് പക്ഷെ ഞെട്ടും. നമ്മളാണ് ഇപ്പടുത്ത് ഇവിടെ വിജയിച്ചേക്കണം. ചെയ്യാൻ പറ്റാത്ത കാര്യം നമ്മള് ചെയ്തു. നമ്മള് പുൽക്കൂടാണ് ഇപ്പൊ ലാസ്റ്റ് തന്നെ നമ്മൾ പുൽക്കൂട് ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഒരു വണ്ടി വരുന്നതിന് മുമ്പ് ഞാൻ പറയാം, പുൽക്കൂടിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ ചെയ്യണത്. പക്ഷേ അതിന്റെ ഒരു ക്രീപ്പി ടെക്സ്ചറാണ് നമ്മൾ ചെയ്യണേ. ഇതിന്റെ കല്ലിന്റെ ഇടയിൽ പുല്ല് വളർന്നു വരുന്ന ഒരു സെറ്റപ്പാണ്. ബാക്കി ഏകദേശം നമ്മുടെ ഒരു ലൈറ്റിങ്ങും എഫക്റ്റിംഗും ഒക്കെ കഴിഞ്ഞു. അപ്പൊ നിങ്ങളൊന്ന് ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ട്. ഗൈസ് ലാസ്റ്റ് സമയമായി. ഈ LED ബൾബ് പൊട്ടിച്ച് കഴിയാ പരിപാടി തീരാറായി. പൊട്ടിച്ചില്ല എന്താ പറയാ, കാണിച്ചു കൊടുക്കും ഒട്ടിക്കണ മെമ്മറി ആയിട്ടത്. അടുത്ത വർഷം നമുക്ക് കാണാൻ പറ്റില്ല. ഇതെന്താ പറ്റിയ ഞാനവിടെ വെച്ചതാ. ഒരു 5-6 പീസ് അവിടെ ഇരിക്കുന്നുണ്ട്. ഒട്ടയുണ്ട്. ഈ ലൈറ്റ് മൊത്തം അൽഫ്രണ്ട് വഴിയാണ് പിള്ളേരെ. ആ പാട്ടൊക്കെ പറയട്ടെ, അല്ലെങ്കിൽ അടുത്ത് കേക്കില്ല. ഇതിൽ ലൈറ്റ് ഉണ്ടായിരുന്നില്ല, അതിൽ ലൈറ്റ് ഉണ്ടായിരുന്നില്ല. താഴെ മാത്രം ലൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവൻ കഷ്ടപ്പെട്ട് അതിനു വേണ്ടി ചെയ്തു. അതുപോലെ ഇത് മൊത്തം ഇവരും ജോയിലും കൂടി സെറ്റപ്പ് ചെയ്തതാണ്. ബിഗ് ഷൗട്ട് ഔട്ട് ടു വർത്താനം പറയണ്ട, കണ്ടാ മതി. അത്രല്ല, എന്നാലും ഒന്ന് പറയണ്ട. അത് ചെയ്യണ്ടേ? എന്തൊക്കെ ചോദ്യങ്ങളാ ഇവിടെ നിർത്തി പിന്നിരിക്കേ. ഇപ്പൊ ഇവിടെ നിൽക്കണല്ലോ. ഇല്ല, അവൻ ചെയ്തു. അവൻ കുറെ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്തു. അതില് ആ ബ്ലാക്കിലേക്ക് അടിച്ചു വെക്കാൻ പറ്റുമോ? ഹലോ, പുൽക്കൂടിന്റെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വെക്കാനുള്ള സെറ്റപ്പാണ് ലാസ്റ്റ് ഒരോടും ചെയ്യാം. നോക്ക് ഫെവിൻ, ഇത് ഞാൻ വയർ വലിച്ചു കഴിഞ്ഞാൽ ഈ വയർ ഫുള്ളും കഴിയും. ഞാനിവിടെ മഞ്ഞിടാം. അപ്പൊ ആ വീട് ആയാ മതി. ഒരു വീട് എത്തുള്ളൂ. ഈശോന്റെ അവരുടെയൊക്കെ രൂപം നല്ല വലുതാണ്. ഒരു ലാസ്റ്റ് ലൈറ്റ് ഉണ്ട്. ഈ വീട്ടിലേക്കാണ്, ഈ വീട്ടിലേക്കാണോ? എന്റെ അഭിപ്രായത്തിൽ ഈ വീട്ടിലായിരിക്കും. കാരണം അതിൽ ഗ്ലാസ്സുകളുണ്ട്. വെച്ചോട്ടെ. വെക്കണില്ല ആദ്യം പറഞ്ഞേ. അപ്പോൾ ഫാം ഹൗസ് പോയി. കുഴപ്പമില്ല. അച്ഛൻ പറഞ്ഞത് പിന്നെ കയറാൻ പറ്റില്ലെന്നല്ലേ. പഞ്ഞു വെച്ചാൽ മതി. എന്റെ അടുത്ത് അച്ഛനോട് മാറ്റിയാൽ മതി. ഒട്ടകം കേറില്ല. സൈഡിൽ നോക്ക് ഒട്ടകം. ഉറപ്പാണ്. വടി കുത്തിക്ക. നോക്കാനാ പഞ്ഞു വെക്കാന്ന് അവന് കുഴപ്പമില്ലല്ലോ. വൈക്കോല് നല്ലൊരു എഫക്ട് ഉണ്ട്. ഓ അടാ വരക്കില്ല. ചെരിച്ചു വെക്കണം മണ്ട. കേറി പോണേ.
ഇത് മതി അപ്പൊ നമുക്ക് ഇവിടെ വെക്കാം ഇവിടെ നിന്ന് ചെയ്യണ പോലെ വെക്കാം. ശരിക്കും ഇത് പുൽക്കൂടുണ്ട്. അതാണ് ആള് മാറിപ്പോയിന്റെ. ഇവിടെ ഭംഗിയുണ്ടോ അയാള് വീടോ കാണാൻ ഭംഗിയുണ്ടോ? കിട്ടിയ ബാക്കിൽ വെച്ചുട്ടാ അടുത്തിട്ടോ നിക്കില്ല കളിയില്ല. അറക്കപ്പൊടി അന്നാ വേറെ ഉണ്ട് അത് മിക്സ് ചെയ്യണമെന്ന് മാത്രം കവറുണ്ട് മിക്സ് ചെയ്യാൻ. പച്ച കളറല്ല വെറുതെ നമ്മള് ഉണ്ണീശോ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് രൂപ ഇപ്പൊ വെക്കില്ല. 12 മണി കഴിഞ്ഞിട്ടാണ് നമ്മൾ പുൽക്കൂട് വെക്കുക. അല്ല പുൽക്കൂട് ഉണ്ണീശോ പിറക്കുക, അപ്പോഴാണ് നമ്മൾ രൂപങ്ങൾ വെക്കുക. അപ്പോ ഇപ്പൊ രൂപങ്ങൾ വെക്കണില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് വെക്കാം. കുർബാന കഴിഞ്ഞ് ഇവര് പ്രദക്ഷിണം പോകും. അത് പ്രദക്ഷിണം കഴിഞ്ഞ് വരുമ്പോ ഇവര് കാണുമ്പോ ഉണ്ണീശോ പറഞ്ഞിട്ടുണ്ടാവും. അതാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ, ഇന്നൊക്കെ ഉറപ്പല്ലേ? ക്രിസ്മസ് നാളത്തേക്ക് മാറ്റും. ഗായ്സ്, നമ്മുടെ പുൽക്കൂടിന്റെ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞു. അതില് ലാസ്റ്റ് ഭാഗമായിട്ട് ഇതിന്റെ ഈ ലൈറ്റുകളൊക്കെ കത്തി. പിന്നെ ഈ ഹാപ്പി ക്രിസ്മസിന്റെ ലൈറ്റ് ആൽഫോഡ് നമ്മളുണ്ട്. ആൽഫോഡ് നമ്മളെ കുറെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല നേരത്തെ. അവൻ ചെയ്ത് സെറ്റപ്പ് ആക്കിയ ഒരു പരിപാടിയാണ്. അത് ഇനി വരാൻ പോവാണ്. അപ്പോ അതും കൂടി കണ്ട ഒരു സമാധാനം ഉണ്ട്. ഇത്ര നാളത്തെ ഈ വീഡിയോ ഒരു 20-30 മിനിറ്റ് ഉണ്ടാവുന്ന അറിയില്ല. ഞാൻ മാക്സിമം ഷോർട്ടാക്കും. ഇത്ര നാളത്തെ കഷ്ടപ്പാട് അതാണ് ഗൈസ്. ഇത് കിട്ടിയൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. വയറ്റിൽ ലൈവിൽ തന്നെ കിട്ടി. അത് കിട്ടിയപ്പോ ഒരു സമാധാനം ഉണ്ട് ഗൈസ്. 3 രാത്രി അഹോരാത്രം കഷ്ടപ്പെട്ട് ചെയ്തെടുത്ത പരിപാടികളാണ്. മിന്നാന്ന് ഉറങ്ങിയിട്ടില്ല, ഇന്നലെ ഉറങ്ങിയിട്ടില്ല, ഇന്നതേ ഉറങ്ങാൻ പോണില്ല. ഇന്ന് രാത്രി ഇത്ര നാളും കഷ്ടപ്പെട്ട് വന്നൊരു ഇടുക ഗൈസ്. ഇതിൽ അലസ്ട്രും ഉണ്ട്. 2 ദിവസം അഹോരാത്രം കഷ്ടപ്പെട്ട് ഉറങ്ങാത്ത ഓരോ നിമിഷങ്ങൾ നമുക്ക് അമൂല്യമാണ്. നമ്മള് ഇത്രയും നാള് കിക്കിലായിരുന്നു നടക്കുന്നുണ്ടായിരുന്നു, ഉറക്കമില്ലാണ്ട്. പിന്നെ ആ ഒരു തലയൊരു ഭാരമുള്ളതുകൊണ്ട് പറഞ്ഞപ്പോ വിളിച്ചോണ്ട് അടിക്കലടിക്കുന്നു. ഡ്രസ് മാറുക. നമ്മളെ പുൽക്കൂടുണ്ടാക്കി കഴിഞ്ഞു. പക്ഷെ അതിന് മൊത്തം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോഴേക്കും നമ്മള് പിള്ളേര് വക ഒരു ചേട്ടന്മാരെല്ലാരും കൂടി ഒരു കരോള് നടത്തുന്നുണ്ട്. അപ്പൊ അതിനായിട്ട് വേണ്ടി പെട്ടെന്ന് റെഡി വീട്ടിൽ പോയിട്ട് അതിന് വേണ്ടി ഇതേ ഓണാവാണ്. നമ്മുടെ പിള്ളേരെല്ലാരും ഉണ്ട്. ആഗസ്റ്റൊക്കെ ഡ്രസ് പറയുന്നുണ്ട്. ഡ്രസ് അറിയില്ല. നീ എങ്ങനെ പോയത്? ഞാനാരും 3 പേരും Hey guys, welcome back guys. ഒരു നീണ്ട ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ബാക്ക്. പിന്നെ മെയിൻ വൃത്തിക്കൊരു വീഡിയോ എടുക്കണമെന്നുണ്ട്. ഈ വീഡിയോ ഇനി എങ്ങനെ ഇടണമെന്ന് എനിക്കറിയില്ല ഗൈസ്. എന്തായാലും ക്രിസ്മസ് കഴിഞ്ഞ എല്ലാ കാര്യങ്ങളും അടിപൊളിയായി. ക്രിബ് സെറ്റ് ചെയ്തു,
പിന്നെന്താ ഹാപ്പി ക്രിസ്മസ് എല്ലാം സെറ്റ് ചെയ്തു. പിന്നെ നമ്മുടെ നറുക്കെടുപ്പ് കൂപ്പൺ എല്ലാ കാര്യങ്ങളും നടന്നു, എല്ലാം സക്സസ് ആയിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു സക്സസ് പാർട്ടി പോലെ കുറച്ച് പള്ളികളിലേക്ക് ഒന്ന് പോകാൻ വിചാരിച്ചു. ഹേ ഗായ്സ്, നമ്മളങ്ങനെ തൃശ്ശൂരിൽ നിന്നല്ല ചൂണ്ടൽ യാത്ര തുടങ്ങി നേരെ എത്തിയിരിക്കുന്നത്. അവർ ഫസ്റ്റ് ലൊക്കേഷൻ ഈസ് പുത്തമ്പള്ളി. ഗൈസ്, നമ്മൾ അന്ന് വന്നത് പെരുന്നാൾക്കായിരുന്നു, പിന്നെ ഇപ്പൊ വരുന്നത് ക്രിസ്മസിനാണ്. തൃശ്ശൂരിലൊരു വൺ ഓഫ് ദി ബെസ്റ്റ് ഡെക്കോറൊക്കെ ഉള്ളത് പുത്തമ്പള്ളിയാണ്. ഗൈസ്, നമ്മളിപ്പോൾ പുത്തമ്പള്ളി കഴിഞ്ഞ് അടുത്തതെത്തിയത് എവിടെയാണ്? പള്ളിയിലെ ഡെക്കറേഷൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. Hey guys, it's gonna be വീണ്ടും റോക്ക്. ഗൈസ്, നമ്മൾ സൺറൈസ് കാണാൻ വേണ്ടി പെരുവിൻ മലയിലേക്ക് വന്നിരിക്കുകയാണ്. സമയം 5:45. വെളുപ്പ് 6 മണി അറകാലാകുമ്പോഴേക്കും സൂര്യൻ പൊന്തുന്നതായിരിക്കും. വണ്ടിട്ടാ കാണാലൊന്ന്. അപ്പൊ 6 മണി അറകാലാകുമ്പോഴേക്കും സൂര്യൻ പൊന്തുന്നതായിരിക്കും. അതിന് മുമ്പ് നമുക്ക് അതെ എവിടെ ഇത് കേറിയിട്ട് വെയിറ്റ് ചെയ്യണം. കുറച്ച് പേര് നല്ല മഞ്ഞുണ്ട്. 20 ഡിഗ്രി സെൽഷ്യസ് ആവാറായിന്ന് കേൾക്കണേ. നമ്മുടെ വേറെ ഫ്രണ്ട്സ് നമ്മുടെ ഫ്രണ്ട്സ് വരുന്നുണ്ട്. ഇപ്പൊ 24 ആയിട്ടുള്ളൂ. അപ്പൊ പൊളിക്കാൻ നമുക്ക് അല്ലേ? കേറൂലേ? അത്ര ഉള്ളു. കേറുന്ന പറഞ്ഞാൽ നമ്മള് കേറിയിരിക്കും. സോ ഗൈസ്, ഇനിയിപ്പോ കേരള പോയിട്ട് നമ്മളെല്ലാരും ഉണ്ട്. ചിലവർക്ക് നടക്കണ കേറില്ല. എല്ലാവരും ട്രക്കിങ് എല്ലാവർക്കും ഓണല്ലേ? ഒരു മൂന്ന് എല്ലാവരും ഇതുപോലെയുള്ള അഡ്വഞ്ചറസ് നിങ്ങൾ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം. സമയവും കാലവും നമുക്ക് വേണ്ടി കാത്തിരിക്കില്ല. എപ്പോ വേണമെങ്കിലും ചെയ്യാൻ തോന്നിയ അങ്ങോട്ട് ചെയ്യുക. അഡ്വഞ്ചറസ് നമ്മൾ ആ ഒരു ഇതിലാണെന്ന് ഇറങ്ങിയേ. അഗസ്റ്റ് ജസ്റ്റ് ഒരു ആശയം നമുക്ക് വേണ്ടി പറഞ്ഞു. അപ്പൊ പിന്നെ നമ്മൾ വേറെ നോക്കിയില്ല, നേരെ വിട്ടു സൺറൈസ് കാണാൻ. നമ്മളിത് ഫൈനലി വി ആർ റീച്ചിങ് ദി ഡെസ്റ്റിനേഷൻ. സോ ഗൈസ്, ഒന്നും നമ്മൾ നാളേക്ക് വെക്കരുത്. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇന്ന് തന്നെ ചെയ്ത് തീർക്കുക. കമോൺ, ചെല്ലാത്ത വൃത്തിയോടെ വായോട്ടാ. പൊളിയല്ലേ കേറി വന്നതിനുള്ള റിസൾട്ട് ഇല്ലേ? ഉണ്ടാ ഗൈസ്, കാണാൻ പോകുന്നുള്ളു ബാക്കി. ഗൈസ് നോക്കൂ, ഇവിടെ ഇറങ്ങണവരുണ്ട് കേട്ടോ. അങ്ങനെ ഇറങ്ങി പോവാ. ഗൈസ്, നമ്മൾ സൺറൈസ് കാണാതിരുന്നു ഇത്ര നേരം. പക്ഷെ സൺറൈസ് കണ്ടാലും സൺലൈറ്റ് കണ്ടു നമ്മൾ. അതില് ഫുൾ ക്ലൗഡി ആയിട്ടാണ് ഇന്നത്തെ വെതർ പറയുന്നത്. അതുകൊണ്ട് ക്ലൗഡി ആയതുകൊണ്ട് കാണാൻ പറ്റില്ല അല്ലേ? പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. എല്ലാരും അടിപൊളിയായിട്ട് ചില്ലായിട്ടുണ്ടെന്ന്. നോക്കൂ ആ ഒരു സീനറി. ആ കോട അവിടെ കെട്ടി കിടക്കണ നോക്കിയാ. അറ്റത്ത് ഇങ്ങനെ കെട്ടി കിടക്കണ കണ്ട. നല്ല രസമുണ്ട് കാണാൻ. അത് കോട കോനിച്ചൊന്നല്ല. നോക്കിയേ, അല്ല ലെയർ കണ്ട, ലെയർ പോലെ കിടക്കണത്. ലെയർ കണ്ട അവിടെ 3 ലെയർ. ലെഫ്റ്റിലൊക്കെ 3 ലെയർ കണ്ട. ശരിക്കും 4 ഉണ്ടെന്ന് പറയാല്ലേ? ഓരോരുത്തരുടെ പോയിന്റ് ഓഫ് വ്യൂ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിരിക്കും. അതൊക്കെ നമ്മൾ ഇറങ്ങി റോഡെത്തി. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാ 2-3 ദിവസമായിട്ട് ഉറക്കാത്തോണ്ടേ അതിൻ്റെതായ ഒരു കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് ഊരല്ല, അതൊരു സൈഡിൽ നിന്ന് തിരികൊളുത്ത പൊട്ടിക്കുക. ന്യൂ ഇയറിനെ അതിൻ്റെ ഉള്ളിൽ പടക്കം വെക്കുക. മറ്റേ പുതിയ മനുഷ്യനെ സെന്ററിൽ വെക്കുക. അതൊക്കെ കത്തിക്കാൻ പോയി. മറ്റേ ഇതൊന്ന് കഴിയട്ടെ, വരാം. നല്ലൊരു ഉറക്കം ക്ഷീണം, നല്ലൊരു ഉറക്കം കഴിഞ്ഞ് നമ്മളുടെ വീട്ടിലെത്തി. അറിയാ ഇപ്പൊ രാവിലെ 7 മണിയായി. 7 മണി 7:15 വരെ. വീട്ടിൽ പോണം, കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട്. പിന്നെ ഈ വീഡിയോ എന്താ വരാന്നൊന്നും അറിയില്ല കേട്ടോ. നല്ല ക്ഷീണമാണ്, 2-3 ദിവസമായി ഉറങ്ങിയിട്ട്. അപ്പോൾ മാക്സിമം പെട്ടെന്ന് ഇടാൻ ശ്രമിക്കുന്നുണ്ട്. ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. വീടെത്തിയോ? സോ ഗൈസ്, ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. Thanks for watching and thanks for supporting me for all these days.
ഇനി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, എക്സാം ദിവസങ്ങളാണ് വരുന്നത്. സോ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.